യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തിന് വേണ്ടി ആ വചനം പാലിക്കാൻ സ്വന്തം ജീവിതത്തെ വിട്ടുകൊടുക്കാത്ത ക്രിസ്ത്യാനികൾക്ക് പറയുന്ന പേരാണ് കവർച്ചക്കാർ. യേശുവിൻ്റെ തിരുവചനങ്ങൾ കേട്ടിട്ടും ആ വചനത്തെ പുറങ്കാലുകൊണ്ട് അടിച്ചിട്ട് മാറി നടക്കുന്ന ക്രിസ്ത്യാനിക്ക് പറയുന്ന പേരാണ് കവർച്ചക്കാർ. പണവും സമ്പത്തും കയ്യിലുണ്ടായിട്ടും ദരിദ്രനെയും ചുറ്റുപാടുമുള്ള അഗതിയെയും മറക്കുന്ന ക്രിസ്ത്യാനിക്ക് പറയുന്ന പേരാണ് കവർച്ചക്കാർ. നമ്മുടെ ജീവിതത്തിൽ കവർച്ച വല്ലതും ഉണ്ടോ? എന്തിനേറെ ഉള്ള പള്ളിക്കാർ ഇല്ലാത്ത പള്ളിക്കാരന് വേണ്ടി വല്ലതും കൊടുക്കൂ? പലപ്പോഴും ഇല്ല. സമ്പത്തുള്ള പള്ളിക്കാരെന്ത് ചെയ്യും? വെടികെട്ട്, ചെണ്ടമേളം. ഇപ്പോഴത്തെ ഒരു പുതിയ ചെണ്ടമേളമുണ്ട്. പ്രിയമുള്ളവരെ, പഞ്ചാബിലൊക്കെ നിരോധിച്ചിരിക്കുന്ന സാധനമാണ് ഇപ്പം നമ്മുടെ പള്ളിയിലെ പിള്ളേർ അതാ നടത്തുന്നത്. നാസിക് ഡോൾ. അത് കേട്ടാൽ പ്രിയമുള്ളവരെ ചെവിയുടെ കേൾവി ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്. ആത്രി സാധനമൊക്കെ അടിച്ച് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ നമ്മൾ പെരുന്നാളുകൾക്കും വേണ്ടി ചെലവഴിക്കുന്നു. എന്നാൽ ആ പെരുന്നാളിൽ സന്നിഹിതനാകുന്ന ക്രിസ്തുവിന് വേണ്ടി ആരെങ്കിലും നിന്ന് കൊടുക്കാറുണ്ടോ? എന്നാൽ ഈ പെരുന്നാളാണ്, ഞാനൊന്ന് വിശുദ്ധ കുർബാന അനുഭവിച്ചേക്കാം. ഈ പെരുന്നാളാണ്, ഞാനൊന്ന് കുമ്പസാരിച്ചേക്കാം. ഈ പെരുന്നാളിൻ്റെ ബലിക്ക് ഇതാ ഒരുക്കത്തോടു കൂടി ഈ ബലി നടക്കുന്നു, ഞാൻ ആ ബലിയിൽ രാവിലെ മുതൽ വന്നങ്ങ് പങ്കെടുത്തേക്കാം. ആരും ചെയ്യുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ പെരുന്നാൾ കൊണ്ട് നമ്മൾ ചിലപ്പോൾ സ്വർഗത്തിൽ പോകാൻ പാടാം. നമ്മുടെ ആചാരങ്ങൾ കൊണ്ട് നമ്മൾ സ്വർഗത്തിൽ പോകാൻ പാടാം. കാരണം എന്താ? ആ ആചാരത്തിൻ്റെ നന്മ നമ്മൾ ഉൾക്കൊള്ളുന്നില്ല. അതാ പ്രശ്നം. നന്മയില്ലാഞ്ഞിട്ടല്ല, അതിനുള്ളിലൊരു നന്മയുണ്ട്. ഒരു വിശുദ്ധൻ്റെ ജീവിതം ഉയർത്തി കാണിക്കുക ഒരു പെരുന്നാൾ. അത് കണ്ടിട്ട് ആ വിശുദ്ധനോട് ചേർന്ന് ആ ബലി പങ്കെടുത്ത് വിശുദ്ധ കുർബാന അനുഭവിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം വലിയ അനുഗ്രഹം കിട്ടാറുണ്ട്. പെരുന്നാളുകളിലൊക്കെ വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ട് പോകുന്നവർക്ക് വലിയ അനുഗ്രഹങ്ങൾ ദൈവം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ നമ്മളിൽ പലരും പോകുന്നത് എന്തിനാണ്? ലൈറ്റ് കാണാനും വെടികെട്ട് കാണാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ കവർച്ചക്കാർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല. ഇനി അടുത്ത വിഭാഗക്കാരാണ്. ഒരു കൂട്ടരുടെ കാര്യം ഞാൻ, പരദൂഷകർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല. ആരാണ് അവകാശപ്പെടുത്തുകയില്ലാത്തത്? ആരാ ഈ പരദൂഷകർ? നമ്മുടെ ചുറ്റുപാടുമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനെ ദുഷിക്കുന്ന മനുഷ്യന് പറയുന്ന പേരാണെന്ത്? പരദൂഷകൻ. ഞാൻ മുമ്പേ നരകത്തിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ ചെല്ലു വെച്ചു, അതിപ്പം വെക്കണ്ട, നരകത്തിൽ ചെന്ന് കഴിയുമ്പോൾ തന്നെ വെച്ചോളൂ, കാരണം അവിടെ ഭയങ്കര ചൂടല്ലേ. പ്രിയമുള്ളവരെ, അപ്പം നമ്മളൊന്ന് മനസ്സിലാക്കിയോ, പരദൂഷകൻ എവിടെ പോവുകയില്ല? അഭിഷേകത്തിലേക്ക് വരില്ല. അപ്പോൾ പ്രിയമുള്ളവർ, നമ്മൾ വിചാരിച്ചിരിക്കുന്നത് യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ വെച്ചാൽ എല്ലാവരും പരിശുദ്ധാത്മാവിൽ വരുന്നു. വെക്കാവുന്നുള്ളതേ ഉള്ളൂ. ആ വെക്കുന്ന സമയത്ത് കുറച്ചൊരു ചെറിയൊരു അനക്കമൊക്കെ കാണും, വരില്ല. തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതൽ പാപത്തെ ഉപേക്ഷിച്ച് വിശുദ്ധിയിലേക്ക് വന്ന ശേഷം ദൈവത്തെ സ്തുതിച്ചാലേ ദൈവാത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ജീവിതത്തിന് അഭിഷേകത്തെ തടയുന്നൊരു മേഖലയാണ് നമ്മുടെ അടുത്തിരിക്കുന്നവൻ. അവൻ്റെ പ്രത്യേകത എന്താണ്? ദൈവം സ്വന്തം രൂപത്തിലും ഛായയിലും സൃഷ്ടിച്ചിരിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ നമുക്ക് ഈ വ്യക്തിയുടെ പല കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഏറ്റവും അടുത്തിരിക്കുന്ന സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യമുള്ള വ്യക്തി ആരാ? ഭർത്താവ്. നമുക്ക് ഈ ഭർത്താവിന് നോക്കുമ്പോൾ ഈ പുള്ളിയുടെ ഒരു കാര്യവും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. നമ്മൾ ഫോൺ ചെയ്ത് പറയും, ഇതിനെ കൊണ്ട് ഞാൻ മടുത്ത്. ആ ഒറ്റ വാക്കൽ നമുക്ക് പാസ്പോർട്ട് കിട്ടി. എങ്ങോട്ട്? നരകത്തിലേക്കുള്ളത്. ഇനി എടുക്കണ്ട. വിസയും പാസ്പോർട്ടും ഓക്കെ ആയി. ആൻറ്റിയൊക്കെ ഇരുന്ന് ചിരിക്കുക. അപ്പോൾ പരദൂഷണം, അന്യനെ വിധിക്കുക. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത് റോമ 2:1, അല്ലയോ മനുഷ്യ, നീ ആര് തന്നെ ആയിരുന്നാലും മറ്റുള്ളവനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല. അപരനെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത്. വിധിക്കുന്ന നീയും അതേ പാപത്തിൽ തന്നെ പെട്ടുപോകും. അപ്പോൾ ഒരു വ്യക്തി തൻ്റെ ജീവിതകാലത്ത്
ഇങ്ങനെ നമ്മളെപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, അവരുടെ മകള് മോശമാണ്, ഇവരുടെ മക്കൾ മോശമാണ്, അവർ ശരിയല്ല, ഇവർ ശരി. ആ വ്യക്തിക്കിട്ട് അതേപോലെ തന്നെ അനുഭവം കിട്ടും. വിധിക്കുന്ന നീയും അതേ പാപത്തിൽ തന്നെ ചെന്ന് പെടും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് മുതൽ ദൈവരാജ്യത്തിൻ്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഓരോ ഞായറാഴ്ച ഈ ധ്യാനത്തിലൂടെ ഇവിടെ വന്ന് ആവസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ രോഗശാന്തി നടക്കുന്നത്, അതുകൊണ്ടാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്, അതുകൊണ്ടാണ് അടയാളങ്ങൾ നടക്കുന്നത്. പക്ഷേ ഒരു ദൈവ പൈതൽ ഓർത്തിരിക്കണം, ഈ അന്യനെ ദുഷിക്കുന്ന സമയത്ത് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ നിന്ന് ചോർന്നങ്ങ് പോവുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ നിന്ന് ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, അതുകൊണ്ട് നമുക്ക് പരസ്പരം വിധിക്കാതിരിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായത്തിൽ 14:1 മുതൽ വായിച്ചു. വിശ്വാസത്തിൽ ഉറപ്പില്ലാത്തവനെ സ്വീകരിക്കുവിൻ. അത് അഭിപ്രായ വ്യത്യാസങ്ങളെക്കുറിച്ച് തർക്കിക്കാനാകരുത്. ഒരുവൻ തനിക്ക് എന്തും ഭക്ഷിക്കാമെന്ന് വിശ്വസിക്കുന്നു, ദുർബലനായ മറ്റൊരുവനാകട്ടെ സസ്യം മാത്രം ഭക്ഷിക്കുന്നു. ഭക്ഷിക്കുന്നവൻ ഭക്ഷിക്കാത്തവനെ നിന്ദിക്കരുത്, ഭക്ഷിക്കാത്തവൻ ഭക്ഷിക്കുന്നവനെ വിധിക്കുകയും അരുത്. എന്തെന്നാൽ ദൈവം അവനെ സ്വീകരിച്ചിരിക്കുന്നു. മറ്റൊരാളുടെ സേവകനെ വിധിക്കാൻ നീ ആരാണ്? മറ്റൊരാളുടെ സേവകനെ വിധിക്കാൻ നീ ആരാണ്? കണ്ടോ, കർത്താവ് ചോദിക്കുക. മറ്റൊരു വ്യക്തിയുടെ സേവകനാണവൻ. അവനെ കയറി നീ വിധിച്ചു കഴിയുമ്പോൾ ആ യജമാനനെ വിധിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് 13-ാമത്തെ വാക്യം, തന്മൂലം മേലിൽ നമുക്ക് പരസ്പരം വിധിക്കാതിരിക്കാം. സഹോദരന് ഒരിക്കലും മാർഗതടസ്സമോ ഇടർച്ചയോ സൃഷ്ടിക്കുകയില്ല എന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുക. നിങ്ങളൊരു പ്രതിജ്ഞ എടുക്കണം. ഇന്ന് ദൈവരാജ്യ അഭിഷേകത്തിലേക്ക് ദൈവരാജ്യത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഇന്നല്ലെങ്കിൽ എന്നെങ്കിലും നിങ്ങൾക്ക് ആവശ്യം വരും. ഈ സഹായം ഇല്ലാതെ ഈ ഭൂമി നിങ്ങൾ കടക്കില്ല. ഈ ഭൂമിയിൽ നിന്ന് ഈ ഭൂമിയിലൂടെ കടന്ന് അപ്പുറത്ത് കിടക്കണമെങ്കിൽ ദൈവാത്മാവില്ലാതെ ഒരു ദൈവ പൈതലും അപ്പുറത്ത് കിടക്കില്ല. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഈ ആത്മാവിൻ്റെ സഹായം കൂടിയേ തീരൂ, അല്ല മുന്നോട്ട് പോവില്ല. അതുകൊണ്ട് ഈ ആത്മാവിൻ്റെ സഹായം വേണോ? നമ്മളെന്ത് തീരുമാനം എടുക്കുക? നമുക്ക് മറ്റുള്ളവരെ വിധിക്കാതിരിക്കാം. നമുക്കുള്ള ദൈവകൃപ മുഴുവൻ ചോർന്നു പോയ ശേഷം അവസാനം എണ്ണയില്ലാത്ത കന്യകമാരെ പോലെ നമ്മൾ എത്തിപ്പെടും. കാരണം നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? തീ കത്തുന്നുണ്ടെന്ന്. പക്ഷേ നമ്മുടെ ഈ എണ്ണ, നമ്മുടെ വിളക്ക് ക്രമേണ കരിന്തിരി കത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ ചിലരുടെ വിളക്ക് കെട്ടുകഴിഞ്ഞു, നമ്മുടെ വിളക്കുകൾ അണഞ്ഞുപോയി. അതുകൊണ്ടാണ് നമുക്കെന്ത് പറ്റാത്തത്? പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, നമുക്ക് ദൈവാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നില്ല, ദൈവിക വരദാനങ്ങൾ പ്രകടമാകുന്നില്ല, ദൈവകൃപ ലഭിക്കുന്നില്ല. ഇതിനെല്ലാം കാരണത. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ തിന്മയുടെ ഈ ബന്ധനം അഴിഞ്ഞു പോകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരദൂഷകൻ ദൈവരാജ്യം അവകാശപ്പെടുകയില്ല. പല ആളുകളുടെയും ജീവിതത്തിൽ അവർ ചിന്തിക്കും, ഞങ്ങൾ ഒരു പാപവും ചെയ്യുന്നില്ലല്ലോ. പക്ഷേ മാരക പാപമാണ് നമ്മുടെ അടുത്തിരിക്കുന്ന ആളെ വിധിക്കുന്നത്, അവനെക്കുറിച്ച് ദൂഷണം പറയുന്നത്. ചിലപ്പം അവർ മനസ്സാ വാച അറിയാത്ത കാര്യങ്ങളായിരിക്കും നമ്മളെന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഭർത്താവിനെ രാവിലെ ചുമ്മാ കുറ്റം പറയുന്നു, മക്കളെ വെറുതെ വിധിക്കുന്നു. ഇനി ആരെയും കിട്ടിയില്ല, പള്ളിയിലച്ഛനെ വെറുതെ വിടുകയില്ല, പള്ളിയിലച്ഛനെയും പോയി കഴിഞ്ഞാൽ പിന്നെ ബിഷപ്പിനെ വിടുകയില്ല. അങ്ങനെ മൊത്തം വിധിയാണ്. നമ്മുടെ നാക്ക് തുറന്നതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്. ശവക്കുഴിയുടെ പ്രത്യേകത എന്നാ? തുറന്നാൽ ചത്തവരുടെ ചീഞ്ഞ എല്ലുകളും അതുപോലെ ദശയൊക്കെ ഇങ്ങനെ കിടക്കുന്ന ശവക്കുഴിക്കകത്ത്. ഇതുപോലെയാണ് നമ്മൾ വാ തുറന്നാൽ മറ്റുള്ളവരുടെ കുറവും കുറ്റവും അതും ഇതുമാണ് വായ തുറന്നാൽ പറയുന്നത്. ഇത് തുറന്ന ശവക്കുഴി. കർത്താവ് പറയുകയാണ്, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ അധരങ്ങൾ അഭിഷേകമുള്ള അധരങ്ങളായി തീരാൻ നമ്മുടെ നാവിനെ നമുക്ക് വിശുദ്ധീകരിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് യാക്കോബ് 3:1-2 വചനം നമുക്ക് വായിക്കാം. എൻ്റെ സഹോദരരെ, നിങ്ങളല്ലധികം പേർ പ്രബോധകരാകാൻ തുനിയരുത്. എന്തെന്നാൽ
കൂടുതൽ കർശനമായ വിധിക്ക് നാം അർഹരാകുമെന്ന് മനസ്സിലാക്കുവിൻ. നാം എല്ലാവരും പല വിധത്തിൽ തെറ്റു ചെയ്യുന്നു. സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്. തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും. പ്രിയമുള്ളവരെ, നാക്കിനെ നിയന്ത്രിച്ചിരിക്കുന്ന വ്യക്തിക്ക് ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശരീരത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല മാരക പാപങ്ങളും, പാപപ്രലോഭനങ്ങൾ, പാപചിന്തകൾ, അതുപോലെ പാപത്തിൽ അടിമപ്പെട്ട് വീണുപോവുക തുടങ്ങിയ പല ശാരീരികമായി ഉണ്ടാകുന്ന പാപങ്ങൾക്കും കാരണം നാക്കിനെ നിയന്ത്രിക്കാത്തതാണെന്ന് ഇതാ യാക്കോബ് സ്ലീഹ പറയുക. അങ്ങനെയാണെങ്കിൽ എല്ലാ പ്രാവശ്യവും കുമ്പസാരത്തിൽ ചെന്നേച്ച് അങ്ങനെ പറ്റിപ്പോയി ഇങ്ങനെ പറ്റിപ്പോയി എന്ന് പറയുന്നതിനേക്കാൾ ഭേദം നമ്മൾ എന്ത് ചെയ്താൽ മതി? നാക്കിനെ നിയന്ത്രിച്ചാൽ മതി. അപ്പോൾ ശരീരത്തെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാൻ സാധിക്കുകയില്ല നാവുകൊണ്ട് നിരന്തര പാപം ചെയ്യുന്ന വ്യക്തിക്ക്. നിങ്ങൾ നാക്ക് നിയന്ത്രിച്ച് നോക്കിക്കേ, ശരീരത്തിൻ്റെ പല പാവപ്രവണതകളും നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകും. അപ്പോൾ നാവ് നിയന്ത്രിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ ദോഷങ്ങളിൽ ഒന്നാണ് ശരീരത്തിൽ വീണ്ടും വീണ്ടും ആസക്തികൾ, അതുപോലെ ചില തഴക്കദോഷങ്ങൾ, ചില പാപങ്ങൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുക എന്നുള്ളത്. ഇനി മത്തായിയുടെ സുവിശേഷം 12:33 തൊട്ട് 36 വരെയുള്ള വചനം വായിച്ചേ. ഒന്നുകിൽ വൃക്ഷം നല്ലത്, ഫലവും നല്ലത്, അല്ലെങ്കിൽ വൃക്ഷം ചീത്ത, ഫലവും ചീത്ത. എന്തെന്നാൽ ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത്. അണലി സന്തതികളെ, ദുഷ്ടരായിരിക്കെ നല്ല കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? അപ്പോൾ കർത്താവ് പറയുകയാണ്, അണലി സന്തതികളെ, ദുഷ്ടരായിരിക്കെ നല്ല കാര്യം പറയാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? അപ്പോൾ ഓർക്കണം, നമ്മൾ ഇപ്പം ഞാൻ ചോദിച്ചു 48 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ആരുടെയും കുറ്റം പറയാത്തൊരു കൈവക്കാൻ പറഞ്ഞപ്പോൾ ആരുമില്ലായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ നല്ലവരായിരുന്നെങ്കിൽ നമുക്ക് എന്തേ പറയാൻ പറ്റുള്ളായിരുന്നു? നല്ല കാര്യം മാത്രമേ പറയാൻ പറ്റത്തുള്ളായിരുന്നു. നമുക്ക് 48 മണിക്കൂർ പുറകോട്ട് നോക്കിയപ്പോൾ എന്താ പറയാൻ പറ്റിയത്? മറ്റുള്ളവരുടെ തിന്മമായ കാര്യങ്ങൾ, ദുഷ്ടമായ കാര്യങ്ങളാണ് പറയാൻ പറ്റിയത്. എന്തുകൊണ്ടാണ്? ദുഷ്ടരായിരിക്കും നിങ്ങൾക്കൊരിക്കലും എന്തു ചെയ്യാൻ പറ്റുകയില്ല, നല്ല കാര്യം പറയാൻ പറ്റത്തില്ല. കുഴഞ്ഞില്ലേ? അപ്പം നമ്മൾ ദുഷ്ടന്മാരാണ്, അതുകൊണ്ടാണ് നല്ല കാര്യം പറയാൻ പറ്റുന്നത്. ഇനി വായിച്ചേ. ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ മിണ്ടാതെയൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പം നിറഞ്ഞിരിക്കുകയായിരുന്നു മറ്റുള്ളവരുടെ കുറ്റമെല്ലാം. അപ്പോഴാണ് ഒരാളെ കിട്ടിയത്. നമ്മളെന്ത് ചെയ്തു? ഈ കുറ്റം മുഴുവൻ അവരോട് പറഞ്ഞപ്പോൾ അവരുടെ ദേഹത്തേക്ക് നമ്മൾ ഈ വേസ്റ്റ് കൊട്ട മറിക്കുന്നത് പോലെ ഈ തിന്മയെല്ലാം മറിച്ച് പെട്ടെന്ന്. ഇപ്പം എന്നോട് പറയുന്നതെന്ന് വിചാരിച്ചു, ഒരാൾ വന്നു ഒരാളുടെ കുറ്റം എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർക്കും, എന്നാലും ഞാൻ വിചാരിച്ച നല്ല സ്ത്രീയാണെന്നാണ്, എന്നാൽ ഇത്രയും മോശമല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ആ വ്യക്തി എൻ്റെ അടുക്കിലേക്ക്, എൻ്റെ മനസ്സിലേക്ക് ആ വ്യക്തിയുടെ തിന്മയെല്ലാം കൂടെ കോരിയങ്ങിട്ട്. അപ്പോൾ ആരുടെ മനസ്സ് അശുദ്ധമായി? എൻ്റെ മനസ്സ്. ഞാനെന്ത് ചെയ്ത്? എന്നാലും അങ്ങനെ വിചാരിച്ചില്ല കേട്ടോ. ഞാൻ അടുത്ത ആളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, ഞാനത് നല്ല ആളാണെന്ന് വിചാരിച്ചത്. പക്ഷേ ആ വ്യക്തി ഇതാ ഇങ്ങനെ വളരെ മോശമായി ജീവിക്കുന്നതെന്ന് ഇന്നടത്തുനിന്ന് ആ ചിങ്ങമനത്തുനിന്ന് വരെ ആൻറ്റി പറഞ്ഞെന്ന് ഞാൻ പറയുകയാണെങ്കിൽ എന്നാ പറ്റും? സംഗതി കുഴഞ്ഞ് അടുത്ത ആളുടെ മനസ്സിലേക്ക് ഞാൻ ഈ കൊട്ട മറിച്ച്. അവരെന്ത് ചെയ്യും? അടുത്ത ആളോട് പൊതുവെ ചോദിച്ചു, സംഗതി കുഴഞ്ഞില്ലേ? അപ്പോൾ ഈ പാപം പകരുന്ന ഒരു മേഖലയാണ് എന്ത്? ഈ പരദൂഷണം എന്ന് പറയുന്നത്. പാപവും മ്ലേച്ഛതകളും പകരുന്ന ഒരു രീതിയാണ് പരദൂഷണത്തിലൂടെ. മദ്യപാനത്തെക്കാളൊക്കെ പ്രിയമുള്ളൊരു മാരക പാപം പരദൂഷണമാണ്. അതുകൊണ്ട് ഭർത്താക്കന്മാർ കുടി നിർത്താൻ ഭാര്യമാർ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഭർത്താക്കന്മാരെന്ത് പ്രാർത്ഥിക്കണം? പല ഭാര്യമാരും ഭർത്താക്കന്മാരെ കുടി നിർത്താൻ ഇവിടെ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ഭാര്യമാരെ കൂട്ടിക്കൊണ്ട് പോകണം പരദൂഷണം നിർത്താൻ. ഇല്ലെങ്കിൽ നിങ്ങൾ സ്വർഗത്തിലും പോകും, പുള്ളിക്കാരത്ത് നരകത്തിലും പോകും. പിന്നെ കാപ്പി വെച്ച് തരാനായിട്ട് ആരും കാര്യമില്ല സ്വർഗത്തിൽ. കാരണം എന്താണ്? പ്രിയമുള്ളവരെ, ഈ കള്ളുകുടിയനൊക്കെ എന്ന് പറഞ്ഞാൽ എന്നെ വെച്ച് മദ്യപിക്കുന്ന ആളാണ്. അവസാന നിമിഷം വരെ വേളയിൽ എന്ത് ചെയ്യാം? പശ്ചാത്തപിച്ച് രക്ഷപ്പെടാം കുടിയന്മാർക്ക്. ഇനി ഇച്ചിരി കൂടുതൽ കുടിച്ചാൽ ബോധം കെട്ട് കിടക്കുമെന്നുള്ളതേ ഉള്ളൂ, വേറെ ആർക്കും ശല്യമില്ല. പിന്നെ ആളുകളെല്ലാം പറയും ഇത് കുടിയനാ, അവരെല്ലാം ഉപേക്ഷിച്ചേക്കും. അതുകൊണ്ട് കുടിയന്മാർക്ക് സ്വർഗത്തിൽ പോകാനായിട്ട് കുറച്ചുകൂടി എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് ഈ ധ്യാനം കൂടി മാനസാന്തരപ്പെട്ട അഭിഷേകത്തിലേക്ക് വരുന്നവരിൽ കൂടുതൽ പേരും ആരാ? കള്ളുകുടിയന്മാരാണ്. അവരെ ഒന്ന് മാനസാന്തരപ്പെടുത്തി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രിയമുള്ളവരെ നല്ല ദൈവരാജ്യത്തിൻ്റെ പൈതലായിട്ട് ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ വേറെ ചിലരൊക്കെ മാനസാന്തരപ്പെട്ടു വരും. പക്ഷേ മാനസാന്തരപ്പെട്ടു എന്ന് പേരേ ഉള്ളൂ, എന്ത് മാറുകയില്ല?
ഈ പരദൂഷണം മാറിയില്ല. അടുത്ത വചനം കൂടെ വായിച്ചേ. നല്ല മനുഷ്യൻ നന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു, ദുഷ്ടനാകട്ടെ തിന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി. മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥവാക്കും മുകളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും, സത്യ. പ്രിയമുള്ളവർ, ഇപ്പം ഞാനിവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ ഈ വായുവിൽ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. യേശുക്രിസ്തുവിൻ്റെ സ്വരം വായുവിൽ നിന്ന് വേർതിരിച്ചെടുക്കാനായിട്ടുള്ള ടെക്നോളജി വരെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു സ്വരം വായുവിൽ നിന്ന് വേർതിരിച്ചെടുക്കാനുള്ള ടെക്നോളജി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറേ കാലം കഴിയുമ്പോൾ ഇതെല്ലാം അങ്ങ് വികസിക്കും. കർത്താവ് ഈ ടെക്നോളജിയൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. അത് കഴിയുമ്പം അന്നാമ്മ എഴുന്നേറ്റ് നിന്ന് കർത്താവിൻ്റെ മുമ്പിൽ ഉടനെ കർത്താവ് കമ്പ്യൂട്ടർ ഓണാക്കും. ഓണാക്കി കഴിയുമ്പോൾ കുമ്പസാരി ചേറ്റ് പറയാത്ത പാപങ്ങളെല്ലാം എന്തു ചെയ്യും? ആ പള്ളിയുടെ മറവിൽ ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ എന്നെ ചീത്ത പറഞ്ഞതും എന്നാലും തിരുമേനി അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? ഉടനെ കർത്താവ് ചോദിക്കും, നീ തൂത്തുട്ടി ചാപ്പലിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് എന്നാ പറഞ്ഞത്? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വിധിച്ചത് മൊത്തം എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കുത്തിയിരുന്ന ഈ 48 മണിക്കൂർ തന്നെ ഇപ്പോൾ ഒത്തിരി പേരുടെ കുറ്റം പറഞ്ഞു കഴിഞ്ഞ് അതെടുക്കാനായിട്ട് 2 ഡയറി വേണം. എൻ്റെ ഈ ഫ്രീ ആയിട്ട് ഡയറി ഇരിപ്പുണ്ട്, ഒത്തിരി ഉണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ട് തരാം. ഡയറി പാവം എഴുതാൻ എന്നിട്ട് കുമ്പസാരിക്കണം. ഈ പാവം മുഴുവനും ഓരോന്നോരോന്നായി പറയണം. അന്നാമ്മയെ കുറ്റം പറഞ്ഞ്, ചാക്കോച്ചനെ കുറ്റം പറഞ്ഞ്, മറിയാമ്മയെ കുറ്റം പറഞ്ഞ്, എണ്ണി എണ്ണി പറഞ്ഞ് ഓരോ വ്യർത്ഥവാക്കിനും ഇതാ മറുപടി പറയണം. അതുകൊണ്ട് ഈ പാപങ്ങളെല്ലാം പോകാതെ പരിശുദ്ധാത്മാവെന്ന് പറയുന്ന പടി കൂടെ പോലും വരികയില്ല. അതുകൊണ്ടാണ് നമ്മുടെ സഭാജീവിതത്തിൽ ദൈവമക്കൾ തിരുവചനത്തെ ഗൗരവമായിട്ട് എടുക്കാത്തത് കൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക് വരാത്തത്. പരിശുദ്ധാത്മാവ് 2 രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ പ്രിയമുള്ളവരെ നമുക്കും ലോകത്തിനും പ്രയോജനമുള്ളൂ. ഒന്ന് ഫലങ്ങളിലൂടെ, മറ്റൊന്ന് വരങ്ങളിലൂടെ. 2 രീതി പ്രവർത്തിക്കണം. ഇത് രണ്ടും ക്രിസ്ത്യാനിയിലൂടെ നടക്കേണ്ട കാര്യമോ? അതുകൊണ്ടല്ലേ യേശുക്രിസ്തു അവസാനം ശിഷ്യന്മാരോട് പറഞ്ഞതോടെ, നിങ്ങൾ ലോകമെങ്ങും പോയി സർവ്വ സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കും. വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളോടുകൂടെ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ വചനം വിശ്വസിക്കുന്ന വ്യക്തിയോടുകൂടെ 2 അടയാളം ഉണ്ടായിരിക്കും. ഒന്നെന്താണ്? അവൻ രോഗിയെ സുഖപ്പെടുത്തും, അവൻ പിശാചിനെ ബഹിഷ്കരിക്കും. ആരുടെ കൂടെ അടയാളമുള്ളത്? വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളം ഉണ്ടാകും. ഒരു വ്യക്തി വിശ്വാസിയാണെന്ന് കാണിക്കാൻ 2 അടയാളമാണ് യേശു പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, പിശാചിനെ ബഹിഷ്കരിക്കും. ഒരു കുടിയൻ, എടാ ചാക്കോച്ച കുടിക്കരുത്, ഇതൊക്കെ തെറ്റാ, യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞപ്പം അയാൾ കുടി നിർത്തി, പിശാച് ഇറങ്ങിപ്പോയി. ഒരു രോഗിയായിട്ട് കിടക്കുകയാണ്, ക്യാൻസറാണ്, നമ്മൾ അടുക്ക് പോയിരുന്നു പറഞ്ഞു, എടാ നീ ജാഗത്തൊന്നുമില്ലടാ, മരിക്കത്തൊന്നുമില്ല, ധൈര്യമായിട്ടിരിക്കും, രോഗം മാറും, കർത്താവിൻ്റെ കൂടെയുള്ളത്, ഇവിടെയുണ്ട് കർത്താവ്, ഞാൻ വിശുദ്ധ കുർബാന അനുഭവിച്ചവനാ, നീ അനുഭവിച്ചവനാ, നമ്മുടെ കൂടെ യേശുവുണ്ട്, ആ യേശുവിൻ്റെ കൈ പിടിച്ച് ഞാൻ നിൻ്റെ ദേഹത്തൊന്ന് വെക്കുക. ആ ധൈര്യം ഒരു ക്രിസ്ത്യാനിക്കുണ്ടാവണം. ഇത് 2 അടയാളമാണ്. ഒരു ക്രിസ്ത്യാനിക്ക് 2 അടയാളം ഉള്ളത്. വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളം ഉണ്ടായിരിക്കും. അടയാളം പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അടയാളം ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? യേശു ഇട്ടിരിക്കുന്ന അടയാളമാണ്. നീ ഒരു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തി എന്നതിൻ്റെ 2 അടയാളം. അതൊരു ക്രിസ്ത്യാനിയിൽ പ്രകടമായേ മതിയാകൂ, എങ്കിലേ അവൻ ക്രിസ്ത്യാനിയാകും. എന്നിട്ട് അടുത്ത വചനം എന്താ പറഞ്ഞത്? വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും. പുതിയ ഭാഷ സംസാരിക്കും. എന്നാ ഭാഷയാ? പഴയ ഭാഷയൊക്കെ അങ്ങ് പോകും. പണ്ടത്തെ ഭാഷ എന്താണ്? 48 മണിക്കൂർ മുമ്പുണ്ടായിരുന്ന ഭാഷ. മറ്റുള്ളവരെ കുറ്റം പറയുക, മറ്റുള്ളവരുടെ ഒതി പറയുക, അസൂയപ്പെടുക, ഇത് ആ ഭാഷയൊക്കെ അങ്ങോട്ട് പോകും. യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച ഒരു ദൈവ പൈതലിന് പറയാൻ ഒറ്റ കാര്യം കാണത്തുള്ളൂ. ദൈവം ചോദിക്കട്ടെ. നമുക്കൊരാളോട് വൈരാഗ്യമുണ്ട്, ദൈവം അവനോട് ചോദിക്കട്ടെ. ദൈവം, യേശു, അവൻ്റെ വായിൽ നിന്ന് ഇതായിരിക്കും പുറത്തു വരുന്നത്. അപ്പോൾ യഥാർത്ഥ ദൈവ പൈതലാണെങ്കിൽ പുതിയ ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷ ഭാഷ അവൻ്റെ നാക്കിൽ നിന്ന് വരാൻ തുടങ്ങും. അപ്പോൾ ആളുകൾ ചോദിക്കും,
നിനക്കെന്നാ ഒരു മാറ്റം, നിൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു മാറ്റം ചോദിക്കാൻ തുടങ്ങണം. നീ വായിച്ചേ. അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. അവൻ സർപ്പങ്ങളെ കയ്യിലെടുക്കും. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ കാണാൻ വന്നു. കഴിഞ്ഞ ദിവസം എൻ്റെ തിരുമേനി ഒന്നും പറയണ്ട, കടുത്ത പ്രശ്നത്തിലാണ് ഞാൻ ചോദിച്ചു എന്ത് പ്രശ്നം? ഫാം നടത്തുന്നയാളാണ്. കഴിഞ്ഞ ദിവസം ഒരു പശു ചത്ത്. ഞാൻ ഒരിടത്ത് പോയി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒരച്ഛൻ വന്ന്, ആ അച്ഛനൊരു പ്രത്യേകതയുണ്ട്, ആ അച്ഛൻ വന്ന് കറക്റ്റായിട്ട് സംഭവം എന്നാന്ന് എടുക്കും. അച്ഛൻ വന്ന് പ്രാർത്ഥിച്ച് അവിടുന്ന് ഒരു ഇതങ്ങെടുത്ത് തന്നെ തകിട്. അപ്പം എനിക്ക് മനസ്സിലായി പശു ചാകാൻ കാര്യം എന്നാണ്. എനിക്ക് എന്നാന്നറിയത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം സ്കാനിങ്ങിനും എല്ലാം പോയി. ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഒരു രോഗവും ഇല്ല. പക്ഷേ എനിക്ക് ഓരോ രോഗങ്ങളാണ് ഓരോ ദിവസം. ഡോക്ടർ നോക്കിയിട്ട് രോഗമൊന്നുമില്ല. അതിന് മുമ്പ് പല പ്രാവശ്യം ഇതുപോലെ ഒരു ദിവസം മരത്തിൻ്റെ ചവിട്ടി, ഞങ്ങളുടെ ഒരു മരത്തിൻ്റെ ചവിട്ടി എന്ന് പറഞ്ഞെടുത്ത് ആ മരത്തെ കയറി ആൾ മരത്തിൽ നിന്ന് താഴെ വീണ് വെട്ടിവായായിട്ട് മേലോട്ട് കയറി തലറിഞ്ഞ് താഴെ വീണു. കണ്ടോ? അപ്പോഴാണ് ഞങ്ങൾ വീണ്ടും അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നു. ആ അച്ഛൻ എന്ത് ചെയ്ത് അതിൻ്റെ അടിയിൽ നിന്ന് ഒരു തകിടെടുത്ത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ തകിടെടുക്കാനായിട്ട് വലിയ ചിലവുള്ള കേസാണ്? വലിയ ചിലവൊന്നുമില്ല. ഒരു തകിടിന് 5000 രൂപ വെച്ച്, ഒരു തകിടെടുക്കുന്നതിന് 5000 രൂപ വെച്ച്. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഓരോരുത്തന്മാർ ഓരോ തകിട് കൊണ്ട് ഇട്ടാൽ ഈ തകിട് മുഴുവൻ എടുപ്പിക്കുന്നത് നമ്മുടെ ഗതി എന്തായിരിക്കും? അച്ഛൻ്റെ കൈ കടിക്കല്ലേ എടുത്തെടുത്ത്. അതങ്ങനെ ഏതച്ഛനാ? ഇനി ചിലർ ഈ അച്ഛനാണെന്ന് പറഞ്ഞേച്ച് കുപ്പായി ഇട്ടുകൊണ്ട് ഇപ്പം കളിപ്പിച്ച് നടക്കുന്നവരുണ്ട്. അങ്ങനെയുണ്ട്. അച്ഛനാണെന്നും ബിഷപ്പാണെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ സ്വയമായിട്ട് കുപ്പായി എടുത്തിട്ട്, ഈ വേഷമൊക്കെയുള്ള കുപ്പായൊക്കെ എടുത്തിട്ട് പലരും സ്വയം ബിഷപ്പായിട്ടും അച്ഛനായിട്ടും ഇപ്പോൾ പലയിടത്തും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ പ്രിയമുള്ളവർ, ഇങ്ങനെ ഓരോ തകിട് ഓരോരുത്തർന്ന് എടുത്തുകൊണ്ടിരിക്കുക. അവസാനം ഈ പുള്ളി എൻ്റെ അടുക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു എൻ്റെ അസുഖങ്ങളൊന്നും മാറുന്നില്ല. ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ചോദിച്ചു ഇതിനെന്താ ഒരു പരിഹാരം പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് പരിഹാരമൊന്നുമില്ല, നമുക്കൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ആ പുള്ളിയുടെ തന്നെ തലയൊക്കെ വെച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പൈശാചിക ശക്തികളുടെ സ്വാധീനങ്ങളും ഈ മകനിൽ നിന്ന് വിട്ടുപോകട്ടെ എന്ന് പറയുകയും ആ മകൻ തല കറങ്ങാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പം ശരിയായി. ഞാൻ പറഞ്ഞ് ഒരു ധ്യാനം കൂടണം, തിരുവചനം സ്വീകരിക്കണം. എന്നും ഈ തകിട് പെറുക്കാൻ നടക്കുക എന്നുള്ളത് ക്രിസ്ത്യാനിയുടെ ജോലിയല്ല. ക്രിസ്ത്യാനിയുടെ ജോലി എന്താ? ഈവൻ തകിടുമായിട്ട് വന്നാൽ വരുന്നതിനേക്കാൾ വേഗത്തിൽ നമ്മുടെ പറമ്പിൽ നിന്ന് എന്ത് ചെയ്യണം? അവൻ ഓടി രക്ഷപ്പെടണം. അവൻ ഇങ്ങോട്ട് സാധനമായിട്ട് വന്നാൽ അവൻ അതുമായിട്ട് അങ്ങോട്ട് ഓടണം. അത്ര ശക്തനായിരിക്കണം ഒരു ക്രിസ്ത്യാനി. അതുകൊണ്ട് നീ തിരുവചനം സ്വീകരിച്ച് അഭിഷേകമുള്ള വ്യക്തിയായി മാറണം. അതാണ് നമ്മുടെ ശുശ്രൂഷ. കർത്താവിൻ്റെ തിരുവചനം കേട്ട് അഭിഷേകമുള്ളവനായാൽ സർപ്പങ്ങളുടെയും തേളുകളുടെയും സർവ്വവിധ ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകിയിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഇതാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 10:17 തൊട്ട് 19 വചനത്തിൽ ശിഷ്യന്മാർക്ക് കൊടുത്തത്. 72 പേരും മടങ്ങി വന്നു. അവർ പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾ കീഴടങ്ങുന്നു. സാത്താൻ സ്വർഗത്തിൽ ഇടിമിന്നൽ പോലെ നിബദിക്കുന്നത് ഞാൻ കണ്ടു. പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകലവിധ ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകിയിരിക്കുന്നു. ഈ കൃപ ഒരു ക്രിസ്ത്യാനി പ്രാപിക്കണം. അത് വേണമെങ്കിൽ ഈ പെരുന്നാൾ പോലെ നമ്മുടെ ഡയറി ഉണ്ടാകണം, വചനം എഴുതിയെടുക്കണം. എഴുതിയെടുത്താൽ മാത്രം, ചിലരുണ്ട് എഴുതിയെടുത്ത് ഇവിടെ ഇട്ടേച്ചു പോകും. അതുകൊണ്ടൊന്നും കാര്യമില്ല. വീട്ടിലിരുന്ന് ബൈബിൾ വചനങ്ങൾ ആവർത്തിച്ച് വായിച്ച ദൈവിക വെളിപ്പെടുത്തലുകളും ദൈവിക കൃപാവരങ്ങളും പ്രാപിക്കണം. എങ്കിലേ സാധിക്കത്തു. അപ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് രൂപാന്തരീകരണം ഉണ്ടാകട്ടെ. അപ്പോൾ ഞാൻ 2 പാപത്തെക്കുറിച്ച് പറഞ്ഞു. 1 കവർച്ചക്കാർ, 2 പരദൂഷകർ. ഈ 2 പറഞ്ഞോളൂ, ഇനി കിടക്കുക. അപ്പോൾ ഇത്രയും പാപം കുമ്പസാരിച്ച് റെഡിയായിട്ട് നിങ്ങളിങ്ങോട്ട് പോകാം. ബാക്കിയും കൂടെ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഒരു വർഷം കഴിയുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ വല്ല പുണ്യവാന്മാരായി തീരണം. തമ്പുരാൻ്റെ തിരുസന്നിധിയിലേക്ക് നമ്മൾ വിളിക്കപ്പെടാനുള്ള സമയമാകുമ്പോൾ, എന്ന് പറഞ്ഞാൽ പ്രായമൊക്കെ ആയി കഴിയുമ്പോഴേ
ദൈവം മാലാഖമാരും വിശുദ്ധന്മാരുമായിട്ട് ഇറങ്ങി വരും. ഇറങ്ങി വന്നാൽ നമ്മളെയും കൂട്ടിക്കൊണ്ടുപോകും. അതൊരു വിധിയാണ്. അങ്ങനെയുള്ളവർക്ക് പിന്നെ രണ്ടാമത് വിധിയൊന്നുമില്ല. കർത്താവ് കൊണ്ടുപോകും. പിന്നെ ദൈവത്തിൻ്റെ കൂടെ ഇരിക്കാം. അങ്ങനെ നിങ്ങൾ ദൈവത്തിൻ്റെ കൂടെയാണ് ഇരിക്കുന്നതെങ്കിൽ പ്രിയമുള്ളവരെ, പിന്നെ നിങ്ങളുടെ പിള്ളേർക്കൊന്നും പേടിക്കാനില്ല. അവരധ്വാനിക്കുക പോലും വേണ്ട. കാരണം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ മാതാപിതാക്കന്മാർ സ്വർഗത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ മക്കൾ അനുഗ്രഹിക്കപ്പെടും. ഞാൻ കഴിഞ്ഞ ദിവസം പ്രിയമുള്ളവർ, ഞാൻ ഒട്ടും ഓർക്കാത്ത ഒരു വ്യക്തിയെ ഞാൻ ഈ അടുത്ത ദിവസം ഓർത്തു. ഞാനൊരു തിരുവചനം കേൾക്കാതെ ഒരാഴ്ച ഞാൻ ധ്യാനത്തിനിരിക്കുകയായിരുന്നു. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറേ നാളായിട്ട് ആ ചാപ്പലിലൊക്കെ വന്നിരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അങ്ങനെ ആരും അത്ര ശ്രദ്ധിച്ചിരുന്നില്ല. എൻ്റെ അടുത്തും അധികം വല്ലപ്പോഴും വന്നു എനിക്ക് അസുഖമാണ്, പ്രാർത്ഥിക്കണം. ഞാൻ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ എനിക്ക് അത്ര ഓർക്കാത്ത ഒരാളായിരുന്നു. ഓർക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ തീരെ ഓർക്കുന്നില്ലെന്നല്ല, ആരും പറഞ്ഞാൽ ഓർക്കും. എന്തായാലും എൻ്റെ മനസ്സിൽ എപ്പോഴും വരാത്ത ഒരാളായിരുന്നു. അപ്പോൾ എന്നോട് ഇടയ്ക്ക് പറയും, എനിക്കിങ്ങനെ നെഞ്ചിന് വേദനയാണ്, ഇച്ചിരി രോഗമൊക്കെ ഉണ്ട്, അപ്പോൾ പ്രാർത്ഥിച്ചോളാം. നമ്മളെ പറയാം പ്രാർത്ഥിച്ചോളാം. അങ്ങനെ ഇരിക്കെ ഇത്രയും മാരകമായ രോഗമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പ്രിയമുള്ളവർ, ആ വ്യക്തി അകാലത്തിൽ മരിച്ചുപോയി. മരിച്ചു പോയെന്ന് അറിഞ്ഞപ്പോൾ അവിടെ പോയി നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പോന്നു, അത്രയേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം ധ്യാനത്തിനിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ളവർ, ഞാൻ കാണുന്ന കാഴ്ച, ഒരു പ്രത്യേക പ്രാർത്ഥനാ സമയത്ത് കർത്താവ് ഒരു നല്ല ദൈവികമായ ഒരു ദർശനം നൽകുന്ന സമയത്ത് പ്രിയമുള്ളവരെ, ആ ലൈനിൽ പുള്ളിക്കാരത്തി നിൽപ്പുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. സ്വർഗീയരായ ചില മനുഷ്യരൊക്കെ ഉണ്ട്, മാലാഖമാരെയൊക്കെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കാണാം. പ്രിയമുള്ളവർ, ആ കൂട്ടത്തിൽ ഈ സ്ത്രീയുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ധ്യാനം കൂടിയിട്ട് മരിച്ചു പോകുന്ന ആളുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ അടുത്ത കാലം കുറേ നാളേ ഉള്ളൂ, 2-3 വർഷം മുമ്പ് ആണ് ആ വ്യക്തി മരിച്ചത്. കണ്ടോ, ദൈവം ആ വ്യക്തിയെ സ്വർഗത്തിൽ ചേർത്ത് വച്ചിരിക്കുന്നു എന്ന് എനിക്ക് കർത്താവ് മനസ്സിലാക്കി തന്നു. നമ്മളിപ്പോൾ ഓരോരുത്തരും മരിച്ചു കഴിയുമ്പോൾ സ്വർഗത്തിലാണോ പോകുന്നത് നരകത്തിലാണോ നോക്കുകയില്ല. മരിച്ചു കിട്ടിയാൽ പിന്നെ ഓക്കെ, എങ്ങോട്ടെങ്കിലും പൊക്കോളൂല്ലോ. അതുവരെയുള്ളൂ നമുക്ക് ശല്യം. എങ്ങനെ ഒന്നുകിൽ സ്വർഗത്തിൽ കൊണ്ടുപോകണം, അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല കാര്യമായിട്ട്. അതുകൊണ്ട് നമ്മൾ പിന്നെ മരിച്ചു കഴിഞ്ഞാൽ ഇവർ സ്വർഗത്തിലാണോ പോയത് നരകത്തിൽ, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. അതൊക്കെ തമ്പുരാനെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ തിരുവചനം കേട്ട് എളിമയോടെ ജീവിക്കുന്ന ദൈവമക്കളൊക്കെ സ്വർഗത്തിൽ പോകും. അവർ സ്വർഗത്തിൽ പോയാൽ അവരുടെ മക്കൾക്ക് അനുഗ്രഹം കിട്ടും. പെട്ടെന്ന് ഞാൻ ഓർത്തു, ഒരു ദിവസം എൻ്റെ അടുത്ത് ഈ മകൾ വന്നു, നല്ലൊരു കല്യാണമൊക്കെ കഴിഞ്ഞ് നല്ല സന്തോഷമായിട്ട്. ഉടനെ അമ്മായിയമ്മ എന്നോട് പറഞ്ഞ എന്നാന്നറിയോ, ഈ പെങ്കൊച്ച് അവളൊത്തിരി പ്രാരാബ്ദങ്ങൾ കഷ്ടപ്പെട്ട പെണ്ണ, അതുകൊണ്ട് അവൾക്കൊരു സന്തോഷം ഞങ്ങളുടെ വീട്ടിൽ നിന്നുണ്ടാകണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ പറഞ്ഞൊരു സ്ഥലത്ത് ഈ പെണ്ണെത്തിപ്പെട്ടു. അമ്മായിയമ്മ അങ്ങനെ പറയുന്ന സ്ഥലത്ത് ഈ പെണ്ണെത്തിപ്പെട്ടു. എങ്ങനെയാണെന്നറിയോ, അമ്മയുടെ പ്രാർത്ഥന ഉണ്ട്. ഇതാണ് ദൈവത്തിൻ്റെ പ്രത്യേകമായ പദ്ധതി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു നല്ല ക്രിസ്ത്യാനിയാണെ മരിച്ചാൽ തന്നെ ലാഭം കുടുംബത്തിന്. അതുകൊണ്ട് മക്കൾ ശരിക്കും പ്രാർത്ഥിക്കണം, അച്ചായൻ ചാകുമ്പോൾ സ്വർഗത്തിൽ തന്നെ പോകാൻ ഇടയായി തീരണമേ. അതുകൊണ്ട് നിങ്ങൾ വിളിച്ചുകൊണ്ട് വരണം, ഇവിടെ കൊണ്ടുവന്നിരുത്തി വചനമൊക്കെ കേൾപ്പിച്ച് എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ വിടണം. ഇല്ലേ പൊല്ലാപ്പ, ഈ കേസ് കിട്ടും നരകത്തിലാണ് പോകുന്നെങ്കിൽ എന്നാ സംഭവിക്കുന്നറിയോ, പുള്ളി അവിടെ ഇരുന്നുകൊണ്ട് നമുക്കിട്ട് ചൊറിയാൻ തുടങ്ങും. അതോടുകൂടി നമുക്കിവിടെ നീറ് കടിച്ച പോലെ ചിലപ്പോൾ ആളുകൾ എന്നാന്നറിയത്തില്ല, മൊത്തം പ്രശ്നമാണ്. കാലയിലും കയ്യിലും ഒക്കെ നീറ് കയറിയ പോലത്തെ രീതിയിൽ ചില ആളുകൾ നമ്മുടെ ഇവിടെ കിടന്നുകൊണ്ട് വട്ടം കറങ്ങുന്നുണ്ട്. എന്താണെന്നറിയോ, ആസ്തി ഉണ്ട് മേളിൽ. എവിടെയാ നിക്ഷേപം? താത്താൻ്റെ അടി. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നമ്മുടെ ആത്മാവിൻ്റെ കാര്യം നമ്മൾ നോക്കണം. നമ്മുടെ ആത്മാവ് വിശുദ്ധിയിലാണെങ്കിൽ ബാക്കിയൊക്കെ ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ മാലാഖമാരും വിശുദ്ധന്മാരുടെ കൂടി ചെയ്തോളും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കണം. അതുകൊണ്ട് അടിക്കടി കുമ്പസാരിക്കണം, പാപങ്ങൾ ഏറ്റുപറയണം, ധ്യാന സമയത്ത് നല്ലോണം ദൈവത്തെ സ്തുതിക്കണം, അഭിഷേകം പ്രാപിക്കണം. ദൈവം ഇതിലെ ഇങ്ങനെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി പോകാറുണ്ട് നടന്ന്. കർത്താവ് ഇറങ്ങി ഇതിനകത്ത് നടക്കാറുണ്ട്. അപ്പം നമ്മൾ പറയണം, കാണാൻ പറ്റണം. അതുകൊണ്ട് പറയാം, കർത്താവേ എന്നെ ഒന്ന് തൊട്ടിട്ടേ നീ പോകാവുള്ളൂ. അത് പറയാനുള്ള കണ്ണുകൾ തുറക്കപ്പെടണം. Te